ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലേ, വളരെ പെട്ടെന്ന് തടി കുറയ്ക്കാൻ പറ്റി, അല്ലെങ്കിൽ ഒരു തവണ ശ്രമിച്ചപ്പോൾ തടി കുറയ്ക്കാൻ പറ്റിയെന്ന്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊന്നും അല്ല കേട്ടോ. ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ ഒരു കാണുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു ഒരു 2019 മുതൽ ഈ ശ്രമം തുടങ്ങിയതാണെന്ന്. കാര്യം 2019 കീറ്റോ ഡയറ്റ് ചെയ്തൊരു 10-16 കിലോയൊക്കെ കുറച്ച് വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സമയം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ കീറ്റോ ഡയറ്റൊക്കെ നിർത്തിയപ്പോൾ പോയ തടി പിന്നെയും അതുപോലെ തന്നെ തിരിച്ചു വന്നു. അപ്പോഴാണ് ആദ്യം കാണുന്ന ഫോട്ടോയിലുള്ള അവസ്ഥയിലായത്. അപ്പോൾ മനസ്സിലായി നമ്മൾ ഈ ഈസി ആയിട്ട് തടി കുറയ്ക്കാൻ ശ്രമിക്കുന്നതൊക്കെ വെറുതെയാണെന്ന്. പിന്നെ പലവട്ടം നമ്മൾ തടി കുറയ്ക്കാനായിട്ട് ആലോചിച്ചു, പരാജയപ്പെട്ടു, ആലോചിച്ചു, ആഗ്രഹിച്ചു, ശ്രമിച്ചു, പരാജയപ്പെട്ടു, അങ്ങനെ പിന്നെ ഈ തടി കുറയ്ക്കൽ ഒരു അത്യാവശ്യ സന്ദർഭത്തിലേക്ക് വന്നു. കാരണം ശരീരത്തെ രോഗങ്ങൾ കീഴടക്കാൻ തുടങ്ങി. ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പോൾ തീർച്ചയായും എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ എന്ന് മനസ്സിൽ പറയാൻ തുടങ്ങി. അങ്ങനെയാണ് വീണ്ടും ഒരു ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പ്ലാനിനെ കുറിച്ച് ചിന്തിച്ചത്. ഇപ്പോൾ സാധാരണക്കാരായ നമ്മുടെ വീടുകളിൽ എന്നും ഡയറ്റ് കഴിക്കുമ്പോൾ ആവശ്യമായ ഹൈ റിച്ച് പ്രോട്ടീനും ഒക്കെ കിട്ടുന്ന രീതിയിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉണ്ടാവണം എന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം വെച്ചിട്ട് തന്നെ ഒരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കി. അതനുസരിച്ച് മുന്നോട്ട് പോയി കഴിവതും ചോറ് കഴിക്കാതിരിക്കാനായി ശ്രമിച്ചു. കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടായെങ്കിലും അത് വർക്കൗട്ടായി എന്ന് തന്നെ പറയാം. വീട്ടിലുണ്ടാക്കുന്ന ചോറും കറികളിലും ചോറൊഴിച്ച് മറ്റ് കറികളും പച്ചക്കറികളും റാഗി പുട്ട് അപ്പം പോലെയുള്ള വിഭവങ്ങളും നമ്മൾ കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങി. എനിക്ക് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാ ദിവസമൊന്നും പറ്റില്ലെങ്കിലും പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിങ്ങും എടുത്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് ആശംസിക്കുന്നു. താങ്ക്